ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഹൗ ആർ യു? ഹൗ ആർ യു? ആപ്പ് കൈസേ ഹെ? ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, നമുക്കറിയാം. കൈസേ ഹെ എങ്ങനെയുണ്ട്, എങ്ങനെയാണ്. കൈസേ എങ്ങനെ, ഹെ ഉണ്ട്. അപ്പം ആപ്പ് കൈസേ ഹെ, താങ്കൾക്ക് എങ്ങനെയുണ്ട്. ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖമാണോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും അതിന് മറുപടി പറയുക? ആം ഗ്രേറ്റ്, താങ്ക്സ്. ഒന്നില്ലെങ്കിൽ നമുക്ക് പറയാം ആം ഫൈൻ. അത് തന്നെയാണ് കുറച്ചുകൂടി നല്ല ഇംഗ്ലീഷായിട്ട് പറയുമ്പോൾ ആം ഗ്രേറ്റ്, ആം ഫൈൻ. ഇതൊക്കെ ഒരേ മീനിങ്ങിൽ തന്നെയുള്ളതാണ്. ആം ഗ്രേറ്റ്, ആം ഫൈൻ. ആം ഫൈൻ, താങ്ക്സ്. ആം ഗ്രേറ്റ്, താങ്ക് യു. മേം ബഹുത്ത് അച്ചാഹും. മേം ഞാൻ, ബഹുത്ത് വളരെ, അച്ചാഹും നല്ലതായിരിക്കുന്നു. ഞാൻ വളരെ നന്നായിരിക്കുന്നു. നന്ദി, ധന്യവാദം എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പോൾ ആപ്പ് കൈസേ ഹേ എന്നൊരാൾ നിങ്ങളോട് ചോദിച്ചാൽ എന്തു പറയും? മേം ബഹുത്ത് അച്ചാഹും, ധന്യവാദ്. വേർ ആർ യു ഫ്രം? ആപ്പ് കഹാം സേ ഹേ? ആപ്പ് കഹാം സേ ഹേ, താങ്കൾ എവിടെ നിന്നാണ്. ആപ്പ് കഹാം സേ ഹേ, നീ അല്ലെങ്കിൽ താങ്കൾ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നാണ് എന്നാണ് ചോദിക്കുന്നത്. ആപ്പ് കഹാം സേ ഹേ? മേം ഭാരത് സേഹും. അതിന് ആൻസർ നമുക്ക് എന്ത് പറയാം? മേം ഭാരത് സേഹും, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ആം ഫ്രം ഇന്ത്യ. മേം ഭാരത് സേഹും. ആപ്പ് കഹാം സേ ഹേ, താങ്കൾ എവിടെ നിന്നാണ്. മേം ഭാരത് സേഹും, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ആം ഫ്രം ഇന്ത്യ. വേർ യു ബോൺ? അപ്പം നിങ്ങൾ ജനിച്ചത് എവിടെയാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ ജനിച്ചത് എവിടെ? നിങ്ങളുടെ മാതൃ രാജ്യം ഏത് എന്നാണ് ചോദിക്കുന്നത്. വേർ യു ബോൺ? ആപ്കാ ജന്മ കഹാം ഹുവാ താ? ആപ്കാ ജന്മ കഹാം ഹുവാ താ? ആപ്പ് കഹാം സേ ഹേ എന്ന് ചോദിച്ചു. മേം ഭാരത് സേ ഹും എന്ന് നമ്മൾ മറുപടി പറഞ്ഞു. ആപ്കാ ജന്മ കഹാം ഹുവാ താ? താങ്കളുടെ ജനനം കഹാം ഹുവാ താ, എവിടെയാണ്? മേരാ ജന്മ കേരൾ മേ ഹുവാ താ. അപ്പോൾ അതിന് മറുപടി നമ്മൾ എന്ത് പറയും? മേരാ ജന്മ കേരൾ മേ ഹുവാ താ, എൻ്റെ ജനനം കേരളത്തിലായിരുന്നു. കേരൾ മേ ഹുവാ താ, കേരളത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ മാതൃരാജ്യം ഏതായി? കേരളം. ഞാൻ കേരളത്തിൽ നിന്നുള്ളതാണ്. എൻ്റെ മാതൃരാജ്യം, എൻ്റെ മാതൃഭാഷ മലയാളമാണ് അല്ലേ. മേരാ ജന്മ കേരൾ മേ ഹുവാ താ. മേരാ ജന്മ കേരൾ മേ ഹുവാ താ. ആപ്കാ ജന്മ കഹാ ഹുവാ താ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? മേരാ ജന്മ കേരൾ മേ ഹുവാ താ. വേർ ഡു യു ലിവ്? ആപ്പ് കഹാം സേ ഹേ എന്ന് ചോദിച്ചു. നമ്മൾ എന്ത് പറഞ്ഞു? മേം ഭാരത് സേ ഹും, ഐ എം ഫ്രം ഇന്ത്യ. ഇനി ആപ്കാ ജന്മ കഹാ ഹുവാ താ എന്ന് ചോദിച്ചു. നമ്മൾ എന്ത് പറഞ്ഞു? മേരാ ജന്മ കേരൾ മേ ഹുവാ താ എന്ന് പറഞ്ഞു. എൻ്റെ ജനനം കേരളത്തിലായിരുന്നു. ഇനി കേരളത്തിൽ വേർ ഡു യു ലീവ്? ഇനി കേരളത്തിലാണോ, ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ആണോ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? വേർ ഡു യു ലീവ്? ആപ്പ് കഹാം രഹത്തെ ഹേ? ആപ്പ് താങ്കൾ, കഹാം ഇവിടെ, രഹത്തെ ഹേ താമസിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു. രഹത്തെ ഹേ എന്ന് പറഞ്ഞാൽ രഹ്ന താമസിക്കുക, ജീവിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ രഹത്തെ ഹേ താമസിക്കുന്നു, ജീവിക്കുന്നു. ആപ്പ് കഹാം രഹത്തെ ഹേ, താങ്കൾ എവിടെ ജീവിക്കുന്നു, എവിടെ താമസിക്കുന്നു? ഐ ലീവ് ഇൻ ഡൽഹി. അതിന് നമ്മൾ എന്ത് മറുപടി പറയും? ഞാനിപ്പോൾ ഡൽഹിയിലാണ് അല്ലെങ്കിൽ ചെന്നൈയിലാണ്, എവിടെയെന്ന് വെച്ചാൽ പറയും മേം ദില്ലി മേ രഹത്താ ഹും, മേം ചെന്നൈ മേ രഹത്താ ഹും, മേം തൃശ്ശൂർ മേ രഹത്താ ഹും, മേം എറണാകുളം മേ രഹത്താ ഹും. ഐ ലീവ് ഇൻ ഡൽഹി, മേം ദില്ലി മേ രഹത്താ ഹും, മേം ചെന്നൈ മേ രഹത്താ ഹും. ഐ ലീവ് ഇൻ ചെന്നൈ. അപ്പം ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഐ ലീവ് ഇൻ ഡൽഹി. മേം ദില്ലി മേ രഹത്താ ഹും, ഞാൻ
ബോംബെയിലാണ് താമസിക്കുന്നത്. ഐ ലീവ് ഇൻ മുംബൈ. മേം മുംബൈ മേ രഹത്താ ഹൂം. ആർ യു മാരീഡ്? നിങ്ങൾ ആർ യു മാരീഡ്? ക്യാ ആപ് ഷാദിശുദാ ഹേ? ഷാദിശുദ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതാണോ എന്നാണ് ചോദിക്കുന്നത്. കല്യാണം കഴിച്ചവരാണ് ഷാദിശുദ എന്ന് പറയും. അപ്പോൾ ക്യാ ആപ് ഷാദിശുദാ ഹേ? താങ്കൾ കല്യാണം കഴിച്ചതാണോ അല്ലെങ്കിൽ വിവാഹിതനാണോ? ആപ് ഷാദിശുദാ ഹേ? താങ്കൾ വിവാഹിതനാണോ? ക്യാ ആപ്പ് ഷാദിശുദാ ഹേ? കല്യാണം കഴിച്ചതാണോ? വിവാഹിതനാണോ? ആർ യു മാരീഡ്? ക്യാ ആപ്പ് ഷാദിശുദാ ഹേ? അപ്പം അതിന് മറുപടിയായിട്ട് നമ്മൾക്ക് എന്ത് പറയാം? കല്യാണം കഴിച്ചതാണെങ്കിൽ മേം ഷാദിശുദാഹും എന്ന് പറയാം. മേം ഷാദിശുദാഹും എന്ന് പറയാം. ഇനി വാട്ട് ഡു യു ഡു? ഇപ്പോൾ താങ്കൾ എന്താ ചെയ്യുന്നത്? ക്യാ ആപ്പ് ക്യാ കർത്തേ ഹേ? ആപ്പ് താങ്കൾ ക്യാ കർത്തേ ഹേ? എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? ആപ്പ് ക്യാ കർത്തേ ഹേ? താങ്കൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? ആപ്പ് ക്യാ കർത്തേ ഹേ? ഐ എം എ സ്റ്റുഡൻറ്റ്. മേം പഠിത്താ ഹും. ഞാൻ പഠിക്കുകയാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ എം മേ സ്റ്റുഡൻറ്റ്. മേം പഠിത്താ ഹും അല്ലെങ്കിൽ മേം എക് ഛാത്ര ഹും. ഒരു വിദ്യാർത്ഥിയാണ്. ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ് സ്റ്റുഡൻറ്റിൻ്റെ അർത്ഥം. ഛാത്ര. അപ്പം മേം പഠിത്താ ഹും എന്ന് പറഞ്ഞാലും അത് വിദ്യാർത്ഥി എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ മേം എക് ഛാത്ര ഹും. ഛാത്ര വിദ്യാർത്ഥി അങ്ങനെയും പറയാം. മേമേക്ക് ഛാത്ര ഹും അല്ലെങ്കിൽ മേം പഠിത്താ ഹും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ നിർത്തുകയാണ്. ഓക്കെ, ബൈ.